ഹലോ, ഇന്ന് നമ്മളൊരു ജ്യൂസ് റെസിപ്പിയാണ് ചെയ്യുന്നത്. ഈ ജ്യൂസിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു ജ്യൂസ് നമ്മളെ ശരീരം മുഴുവനും നിറം വെക്കാനും അതേപോലെ തന്നെ സൗന്ദര്യം വർദ്ധിക്കാനും രക്തം വെക്കാനും സഹായിക്കുന്ന നല്ലൊരു ജ്യൂസാണ്. ഇതിൽ മുന്നേ ഞാൻ 2-3 ജ്യൂസ് റെസിപ്പീസ് ഇതേപോലെ തന്നെ ഫുൾ ബോഡി വൈറ്റനിങ് ജ്യൂസ് ഇട്ടിരുന്നു. അപ്പോൾ അതിനെല്ലാം വളരെ നല്ല റെസ്പോൺസാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ എഫക്റ്റീവായിട്ടുള്ള ഒരു ജ്യൂസാണ് ഇതും. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുക എന്നുള്ളത് നമുക്ക് വീഡിയോ കാണാം. അപ്പോൾ ഈ ഒരു ജ്യൂസ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് 1 കപ്പ് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും 5 തൊലി കളഞ്ഞ ഈത്തപ്പഴവും. അപ്പോൾ ഈ ഒരു വലിപ്പത്തിലുള്ള ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തതാണ് ഞാനിത്. ഇത് നിങ്ങൾ ഗ്രേറ്റ് ചെയ്യുന്നില്ലെങ്കിൽ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കുക. എന്നാൽ മാത്രമേ മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായി അടിച്ചെടുക്കാൻ പറ്റൂ. ഇനി നമുക്ക് ഈ ഒരു മിക്സിയുടെ ജാറിൽ ഈ ഒരു ക്യാരറ്റും അതേപോലെ തന്നെ ഈത്തപ്പഴവും ആഡ് ചെയ്ത് കൊടുക്കുക. പഞ്ചസാര ഒന്നും നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യൂല. ഇതിൻ്റെ മധുരം കൊടുക്കുന്നത് ഈ ഈത്തപ്പഴം മാത്രമാണ്. വെറും 5 ഈത്തപ്പഴം മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അതിൽ കൂടുതൽ എടുക്കേണ്ട ആവശ്യമില്ല. ഒരു വലിയ ക്യാരറ്റും 5 ഈത്തപ്പഴവുമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി നിങ്ങളെടുത്തുള്ള ഈത്തപ്പഴം കുറച്ച് ഹാർഡായിട്ടുള്ള ഈത്തപ്പഴമാണെന്നുണ്ടെങ്കിൽ നിങ്ങളതൊന്ന് ചൂടുവെള്ളത്തിലോ അല്ലെ ചൂട് പാലിലോ സോക്ക് ചെയ്ത് വെച്ചിട്ട് അതൊന്ന് സോഫ്റ്റ് ആക്കി എടുക്കണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ ജ്യൂസ് മെഷീനിലിട്ടിട്ട് അടിക്കുന്ന സമയത്ത് നന്നായി അടിഞ്ഞ് കിട്ടും. ഇതിലേക്ക് ഞാൻ 1 കപ്പ് പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതായത് നമ്മൾ ഏത് ഗ്ലാസ്സിലാണോ കുടിക്കാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു ഗ്ലാസ് പാൽ ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിലേക്ക് വേറെ ഒന്നും ആഡ് ചെയ്യുന്നില്ല. ഇത് മാത്രമേ ഉള്ളൂ. ഇത് നന്നായി അടിച്ചെടുത്തിട്ട് കൊണ്ടുവരാം. അപ്പം നല്ലോണം തന്നെ അടിച്ചെടുക്കണം. അപ്പോൾ ഇത് നമ്മുടെ ജ്യൂസ് ഞാനിതൊരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ്. പിന്നെ ഇത് അരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ തൊലി കളഞ്ഞ് ഗ്രേറ്റ് ചെയ്തെടുത്ത ക്യാരറ്റാണ്. അരിച്ചിട്ട് കുടിക്കേണ്ട ആവശ്യമില്ല. ഇതിങ്ങനെ തന്നെ കുടിക്കാൻ നല്ല ടേസ്റ്റാണ്. ഒട്ടും പഞ്ചസാരേൻ്റെ ആവശ്യമില്ല. 5 ഈത്തപ്പഴം തന്നെ കറക്റ്റാണ്. പിന്നെ ഓരോരുത്തർ ഈത്തപ്പഴത്തിൻ്റെ ക്യാരറ്റിൻ്റെ മധുരം അനുസരിച്ചിരിക്കും കേട്ടോ. നിങ്ങൾ ഷുഗർ ആഡ് ചെയ്യാൻ പാടില്ല. ഞാൻ പ്രത്യേകം പറയുകയാണ്, ഷുഗറൊന്നും ആഡ് ചെയ്ത ദിവസവും ജ്യൂസ് കുടിക്കുന്നത് നല്ലതല്ല. അപ്പോൾ ഈ ഒരു ജ്യൂസ് നിങ്ങൾ കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ക്യാരറ്റ് നമ്മളെ സൗന്ദര്യത്തിന് എത്രത്തോളം നല്ലതാണെന്നുള്ളത്, സൗന്ദര്യം വർദ്ധിക്കാൻ വേണ്ടി എത്രത്തോളം നല്ലതാണെന്നുള്ളത്. അപ്പോൾ ഈ ഒരു ജ്യൂസ് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ആകെ 2 ഇൻഗ്രീഡിയൻറ്റ് മാത്രമാണ് മെയിനായിട്ട് ആവശ്യമുള്ളൂ. ഇനി നിങ്ങൾക്ക് പാലിൽ അടിക്കണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് വെള്ളത്തിൽ അടിച്ചിട്ടും കുടിക്കുക കേട്ടോ. അപ്പോൾ പാലിൽ അടിച്ച് കുടിച്ചാൽ തടി കൂടുമോ എന്നെല്ലാം ചിലർക്ക് ഡൗട്ട് ഉണ്ട്. ഇതിൽ മുന്നേ ഞാൻ ജ്യൂസ് ഇട്ടപ്പോൾ ഒരുപാട് പേര് അങ്ങനെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ പാലിട്ടടിച്ച് ജ്യൂസ് കുടിച്ചത് കൊണ്ട് അങ്ങനെ ഒരുപാട് തടി കൂടുകയൊന്നുമില്ല. അപ്പോൾ അതൊക്കെ ഓരോരോ സംശയം മാത്രമാണ്. അപ്പോൾ ഈ ഒരു ജ്യൂസ് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയാലും ഇല്ലെങ്കിലും നിങ്ങൾ തീർച്ചയായും കമൻറ്റിൽ വന്ന് അറിയിക്കണം. അപ്പോൾ ഇതിന് മുന്നേ ഞാനിട്ട ജ്യൂസിനെല്ലാം നല്ല റെസ്പോൺസാണ് കിട്ടിയത്, സ്കിൻ വൈറ്റനിങ് ജ്യൂസ്. അപ്പോൾ ഇതും ട്രൈ ചെയ്തതിന് ശേഷം അഭിപ്രായം അറിയിക്കുക. ഇതുപോലുള്ള വീഡിയോസ്, അതായത് ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ബ്യൂട്ടി റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇതുപോലുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസായിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.